കേരളം മനസാക്ഷിയെ നിരന്തരം വേട്ടയാടിയ സൗമ്യ വധക്കേസിലെ പ്രതി ഗോവിന്ദചാമിയെ മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിൽ പിടികൂടിയെങ്കിലും കണ്ണൂർ സെൻട്രൽ ജയിലിലുണ്ടായ ഞെട്ടിക്കുന്ന സുരക്ഷാ വീഴ്ച പിണറായി സർക്കാരിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് പ്രതിപക്ഷം രൂക്ഷമായ വിമർശനങ്ങളുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പരിഹാസപരമായ ഫേസ്ബുക്ക് പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി ഇപ്പോൾ മാറിക്കഴിഞ്ഞു. പുലർച്ചെ 1:15 ഗോവിന്ദചാമി ജയിൽ ചാടിയെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ജയിൽ അധികൃതർ ഈ വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് രാവിലെ 5 മണിയോടെ മാത്രമാണ്. ഈ 4 മണിക്കൂർ വളരെയധികം നിർണായകമായിരുന്നു. ഈ സമയം കൊണ്ട് ഒരു കൊടും കുറ്റവാളിക്ക് എത്ര ദൂരം സഞ്ചരിക്കാൻ കഴിയുമെന്നും എങ്ങനെയെല്ലാം ഒളിവിൽ പോകാൻ കഴിയുമെന്നും ചിന്തിക്കുന്നത് ആശങ്കയുളവാക്കുന്നതാണ്. ജയിൽ അധികൃതർ നൽകുന്ന വിവരം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഗോവിന്ദചാമി തനിച്ച് പാർപ്പിച്ചിരുന്ന സെല്ലിലെ ഇരുമ്പഴികൾ മുറിച്ചാണ് പുറത്തു കടന്നത്. തുടർന്ന് താൻ അലക്കാൻ വെച്ചിരുന്ന തുണികൾ കൂട്ടിക്കെട്ടി ഒരു നീണ്ട കയറുണ്ടാക്കി. ഈ കയർ ഉപയോഗിച്ച് മതിലിന് മുകളിലുള്ള ഇരുമ്പ് സിങ്കിൽ കുരുക്കി അതേ തുണിയുടെ സഹായത്തോടെ താഴേക്ക് ഇറങ്ങുകയായിരുന്നു. അതിനു മുമ്പായി ജയിലിന്റെ ക്വാറന്റൈൻ ബ്ലോക്ക് വഴി കറങ്ങി. കൈവശമുണ്ടായിരുന്ന വസ്ത്രങ്ങളുമായി മതിലിന്റെ വശത്തേക്ക് പോകുന്ന CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ ജയിൽ അധികൃതർ ഒരു പരിധിവരെ ജയിൽ ചാട്ടത്തിന്റെ വഴി വ്യക്തമാക്കുന്നുമുണ്ട്. എന്നാൽ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്. ഒരു കൈയില്ലാത്ത ഗോവിന്ദചാമിക്ക് ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ? ഇരുമ്പഴികൾ മുറിക്കാൻ എന്ത് ഉപകരണം ഉപയോഗിച്ചു? തുണികൾ കൂട്ടിക്കെട്ടി കയറുണ്ടാക്കാനും അത് മതിലിൽ കുരുക്കി താഴെ ഇറങ്ങാനും ഒരു കൈ ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ സാധിച്ചു? ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും ഇതുവരെ തൃപ്തികരമായ ഉത്തരം ലഭിച്ചിട്ടില്ല. ഇത് ഇയാൾക്ക് പുറത്തുനിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടെന്ന സംശയത്തിന് വലിയ ബലം നൽകുന്നുണ്ട്. ജയിലിന്റെ മതിലിന് മുകളിലുള്ള ഇരുമ്പ് സിങ്ക് കടന്നു പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവിടെയും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. ജയിലിലെ സെല്ലിനകത്ത് ഗോവിന്ദചാമി ഇല്ലെന്ന വിവരം അധികൃതർ പൂർണ്ണമായി ഉറപ്പിച്ചത് രാവിലെ 7 മണിയോടെയാണ്. അതായത് ജയിൽ ചാടിയതിനു ശേഷം മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അതിസുരക്ഷ ജയിലിലെ ഉദ്യോഗസ്ഥർ ഒരു കൊടും കുറ്റവാളി രക്ഷപ്പെട്ട വിവരം മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നത് ഗുരുതരമായ സുരക്ഷാ വീഴ്ചയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. സാധാരണഗതിയിൽ അതിസൂക്ഷ്മ സുരക്ഷാ ജയിലുകളിൽ ഓരോ നിമിഷവും CCTV നിരീക്ഷണവും പതിവ് പരിശോധനകളും നടക്കാറുണ്ട്. എന്നിട്ടും ഇത്രയും വലിയൊരു സംഭവം എങ്ങനെ അധികൃതരുടെ കണ്ണിൽ പെടാതെ പോയി എന്നത് യഥാർത്ഥത്തിൽ അവിശ്വസനീയമാണ്. ഈ സംഭവം സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട്. പിണറായി സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ജയിൽ സുരക്ഷാ സംവിധാനങ്ങൾ തകരാറിലാണോ എന്ന ചോദ്യം രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് ഉയർന്നു തുടങ്ങിയിട്ടുമുണ്ട്. ഗോവിന്ദചാമിയുടെ ജയിൽ ചാട്ടം കൂടുതൽ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണിപ്പോൾ. ജയിലിനേക്കാൾ വലിയ ദുരിതമാണ് പുറത്തെന്നറിഞ്ഞ ഗോവിന്ദചാമി ഇനി പിണറായി സർക്കാർ ഉള്ള കാലം വരെ പുറത്തേക്ക് ചാടില്ല എന്ന് യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി. യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ ശക്തമായ വിമർശനവും ഉയർത്തി. ഗോവിന്ദചാമി പിടിച്ചു എന്ന വാർത്ത വരുന്നു, അത് നല്ല കാര്യം തന്നെ. കേരളം ഈ നിമിഷം കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തയുമാണിത്. ഇനിയിപ്പോൾ അവരുടെ വരവാണ്. കോട്ടിട്ടതും കോട്ടിടാത്തതുമായ സകല അടിമകളുടെയും അവർ സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിക്കും സ്തുതിഗീതം എഴുതി വായിച്ചു തുടങ്ങും. ആ മത്സരത്തിൽ ചിലർ പാട്ടും പിണറായി വിജയൻ സഖാവിന്റെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞത് പുണ്യം, മുൻജന്മ സുഹൃതമെന്നും അദ്ദേഹം കുറിക്കുകയുണ്ടായി. കൂടാതെ ആഭ്യന്തര വകുപ്പിന്റെ കൊടുങ്കാര്യസ്ഥതയെക്കുറിച്ചും രാഹുൽ മാങ്കൂട്ടത്തിൽ ഗുരുതരമായ ചോദ്യങ്ങൾ ഉന്നയിച്ചു. എന്ത് തോൽവിയാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പ് എന്ന് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. കണ്ണൂർ ജയിൽ എന്നത് കൊടും കുറ്റവാളികൾ കഴിയുന്ന ഏറ്റവും അതിസുരക്ഷാ സംവിധാനങ്ങളുള്ള ജയിൽ എന്നതാണ് പൊതുവെയുള്ള വെപ്പ്. ആ ജയിലിനുള്ളിലെ ജയിലിൽ എന്നറിയപ്പെടുന്ന ആ ജയിലിലെ ഏറ്റവും സുരക്ഷാ സംവിധാനമുള്ള ബ്ലോക്കിൽ കഴിഞ്ഞ ഗോവിന്ദചാമിയാണ് ജയിൽ ചാടിയത്. ഒരു കൈ മാത്രമുള്ള ഒറ്റ നോട്ടത്തിൽ തന്നെ തിരിച്ചറിയപ്പെടുന്ന ഒരു കൊടും കുറ്റവാളി ജയിൽ ചാടിയിട്ട് പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞാണ് ജയിൽ ഉദ്യോഗസ്ഥരും ഇന്റലിജൻസും ഈ വിവരം അറിയുന്നതെന്ന് പറയുമ്പോൾ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ അനാസ്ഥ നമ്മൾ തിരിച്ചറിയണം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോടുള്ള അഭ്യർത്ഥനയാണ്, അങ്ങ് ഈ വാഴ്ത്തുപാട്ടിൽ അഭിരമിച്ചിരിക്കാതെ ഒരു ആത്മപരിശോധന നടത്തണം. ആ പരിശോധനയിൽ അങ്ങേക്ക് മനസ്സിലാകും സിസ്റ്റം മുഴുവൻ തകരാറിലാണെന്ന്. പിന്നെയും പരിശോധിക്കുമ്പോൾ മനസ്സിലാകും ആ സിസ്റ്റത്തിന്റെ കേന്ദ്രം എന്നത് തങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. തമിഴ്നാട് സ്വദേശിയായ ഗോവിന്ദചാമിക്ക് ചാർലി തോമസ് എന്ന പേരിലും തമിഴ്നാട് പോലീസിന്റെ രേഖകളിൽ കേസുകളുണ്ട്. പ്രധാനമായും മോഷണ കേസിലെ പ്രതിയാണ് ഇയാൾ. 2011 ഫെബ്രുവരി 1 ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വെച്ച് യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ ഇയാൾ കേരള സമൂഹത്തിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. കൊച്ചിയിലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയായിരുന്ന യുവതി എറണാകുളം ഷൊർണൂർ പാസഞ്ചർ ട്രെയിനിൽ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ബലാത്സംഗം ചെയ്ത് കൊല
കൊലപ്പെടുത്തി എന്നായിരുന്നു കേസ്. തൃശൂർ അതിവേഗ കോടതിയും കേരള ഹൈക്കോടതിയും ഇയാൾക്ക് വധശിക്ഷ വിധിച്ചിരുന്നു. എന്നാൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ കേസിൽ ഒരു വഴിത്തിരിവായി മാറി. 2016 ഗോവിന്ദചാമിയുടെ വധശിക്ഷ സുപ്രീം കോടതി റദ്ദാക്കുകയും ചെയ്തു. കൊലപാതകം സംശയരഹിതമായി തെളിയിക്കാൻ സാധിച്ചില്ലെന്ന് നിരീക്ഷിച്ച സുപ്രീം കോടതി ട്രെയിനിൽ നിന്ന് പെൺകുട്ടി സ്വയം ചാടിയതാണോ അതോ ഗോവിന്ദചാമി തള്ളിയിട്ടതാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്ന് വ്യക്തമാക്കി. ഈ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി കൊലപാതക കുറ്റം, അതിന് നൽകിയ വധശിക്ഷയും സുപ്രീം കോടതി ഒഴിവാക്കി. എന്നാൽ ബലാത്സംഗം നടന്നതായി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇതിന് ഹൈക്കോടതി നൽകിയ ജീവിതകാലം മുഴുവൻ തടവ് ശിക്ഷയും മറ്റു വകുപ്പുകൾ പ്രകാരം നൽകിയ ശിക്ഷകളും നിലനിൽക്കുമെന്നും കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ട്രെയിനിൽ നിന്ന് വീണപ്പോൾ തലക്കേറ്റ ക്ഷതമാണ് മരണകാരണമായത്. രഞ്ജൻ ഗൊഗോയി അധ്യക്ഷനായ സുപ്രീം കോടതി ബെഞ്ചാണ് ഈ വിധി പുറപ്പെടുവിച്ചത്. ഒറ്റക്കയ്യനായ ഗോവിന്ദചാമിക്ക് പെൺകുട്ടിയെ തള്ളിയിടാൻ സാധിക്കുമോ എന്ന് വാദത്തിനിടെ കോടതി സംശയം പ്രകടിപ്പിച്ചിരുന്നതും ശ്രദ്ധേയമാണ്. ജയിൽ ചാടിയ ഗോവിന്ദചാമിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടാൻ സാധിച്ചത് പോലീസിന്റെയും മറ്റ് ഏജൻസികളുടെയും കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. എന്നിരുന്നാലും ഈ ജയിൽ ചാട്ടം കേരളത്തിലെ ജയിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ കെട്ടുറപ്പിനെ കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. എങ്ങനെയാണ് അതീവ സുരക്ഷാ ജയിലിൽ നിന്ന് ഒരു പ്രതിക്ക് ഇത്ര എളുപ്പത്തിൽ രക്ഷപ്പെടാൻ സാധിച്ചതെന്നതിനെ കുറിച്ച് വിശദമായ അന്വേഷണവും ആവശ്യമാണ്. സംഭവത്തിന് പിന്നിൽ പുറത്തുനിന്നുള്ള സഹായം ഉണ്ടോ എന്നതും കൃത്യമായി കണ്ടെത്തേണ്ടതുമുണ്ട്. ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ കണ്ടെത്തി കർശന നടപടികൾ സ്വീകരിക്കുകയും ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടത് വളരെയധികം അനിവാര്യവുമാണ്.